എൻ്റെ പേര് സുലു. ഞാൻ ഇന്നുള്ളത് റെഡ് മൂൺ ബീച്ചിലാണ്, കാസർഗോഡ്. എൻ്റെ കയ്യിൽ കുറേ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ കൂടാം. വാ. ഹലോ, അപ്പോൾ നമുക്ക് ഇതാണ് കാസർഗോഡിൽ നിന്ന് ഒരു അടിപൊളി ഫാമിലി നമ്മുടെ കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവരോട് തന്നെ ചോദിക്കാൻ പോവാണ്. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവുന്നില്ല, കാരണം അറിയോ? ഇല്ല. ആ, കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവും. ആലോചിക്കുക, അതിൽ എന്തുള്ളത് കൊണ്ടായിരിക്കും ഹാപ്പി ആവുന്നില്ല കണക്ക് പുസ്തകം ഒരിക്കലും? അറിയോ? എനിക്കറിയാം. അവനറിയോ? വരുന്നോ? വേഗം വാ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല, എന്തുകൊണ്ട്? കണക്ക് മോനറിയോ? അറിയോ? അറിയോ? ഒരു രണ്ടൊരു പാട്ടായാലോ? തോറ്റത് പ്രഖ്യാപിച്ചുണ്ട്. ഇല്ല. ആന്റിയോ? അപ്പൊ നമുക്ക് അടുത്തോലോട്ട് പോകാം. താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആൻസർ അറിയോ? ഗിഫ്റ്റ് തരാം. ചോദിക്കട്ടെ. ഭാരം നിറച്ചു വരുന്ന ലോറിയെ ഒറ്റ കൈകൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിവുള്ള ആൾ. നിറച്ചു വരുന്ന ലോറി ഒറ്റ കൈകൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിവുള്ള ആൾ. പോലീസ്. പോലീസ്. പോലീസാണോ? പോലീസ്. യെസ്, പോലീസാ. ഏത് പോലീസാ? ട്രാഫിക് പോലീസ്. യെസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റിയുടെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേരെന്തായിരുന്നു? അസീനത്താണ് നമ്മുടെ ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അവരുടെ 6th ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് 1 പവൻ സ്വർണ്ണം എടുക്കുന്നവർക്ക് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും അത് കൂടാതെ തന്നെ അവരുടെ ഒരു അടിപൊളി ഗിഫ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കാം. 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് കേട്ടോ. താങ്ക് യു. അടുത്ത അവരുടെ തന്നെ ഒരു ഗിഫ്റ്റും ഉണ്ട്. താങ്ക് യു. സന്തോഷം. നല്ല അടിപൊളി. താങ്ക് യു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. നമുക്ക് വീണ്ടും ഒരു അടിപൊളി ഫാമിലിനെ കിട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി. അറിയോ? കുസൃതി ചോദ്യമാണ്. പെട്ടെന്ന് പൊക്കം കൂടാൻ ഇവിടെ തന്നെ ഉണ്ട് ക്ലൂ. ഇപ്പൊ ഞങ്ങളെ നോക്കിയാൽ മനസ്സിലാവും. അറിയോ? സോറി ഗൈസ്, അവർക്ക് അറിയത്തില്ല. അടിപൊളി ഒരു ഫാമിലിയെ കിട്ടിയിരിക്കുകയാണ്. ഹലോ, പേരെന്താ? ശകുന്തള. ഉണ്ണിമായ. രശാന്ത്. പാവയുടെ പേരെന്താ? ഇഷ. അച്ഛൻ്റെ പേരെന്താ? രാഘവൻ. ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്ത്? അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. അടുത്തോട്ടെത്താ. പൊക്കം കൂടാനുള്ള എളുപ്പവഴി. പെട്ടെന്ന് നമുക്ക് പൊക്കം തോന്നും. ക്ലൂ ഉണ്ടോ? ഇവരെ നോക്ക്. പെട്ടെന്ന് എക്സാമ്പിള് ഇവരുണ്ടും. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി. നമുക്ക് പെട്ടെന്ന് പൊക്കം ഉള്ളതായിട്ട് തോന്നും. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഹൈറ്റ് വെച്ച പോലെ തോന്നും. അറിയോ? അറിയോ? ഗിഫ്റ്റ് ഉണ്ട്. പാവയ്ക്ക് അറിയോ? അറിയോ? പാട്ട് പാടാൻ അറിയോ? വയസ്സല്ല, 4. ഉയരമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിന്നാ മതി. അതന്നെ, ഒന്നുകൂടെ പറയാൻ ആൻസർ. ഉയരമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോയി നിന്നാണ്. അതെ, പൊക്കം കൂടിയവരുടെ കൂടെ പോയി നിൽക്കുക. അപ്പൊ നമുക്ക് എന്താക്കും? പൊക്കമുള്ള
പെട്ടെന്ന് അല്ല പൊക്കം കുറഞ്ഞവർ വിടുന്ന പെട്ടെന്ന് പൊക്കം ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് മൈക്കെയർ ആണ്. ഇത് അഗർബത്തിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണ്. കൊതുക് വീട്ടിൽ കൊതുകൊക്കെ ഉണ്ടോ? അപ്പം ഇതൊരു അടിപൊളി സൊല്യൂഷനാണ്. ബാക്കിയുള്ളവർക്ക് റെഫർ ചെയ്യാം യൂസ് ചെയ്തിട്ട് അടിപൊളിയാണെങ്കിൽ. താങ്ക് യു. അപ്പം അടിപൊളി ഫാമിലിയാണ് കേട്ടോ. എൻജോയ് ചെയ്യാം. ടാറ്റാ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. വേണ്ടപ്പോൾ വട്ടത്തിൽ വേണ്ടാത്തപ്പോൾ നീളത്തിൽ. ബെൽറ്റ് അല്ലേ? അല്ല. ആർക്കെങ്കിലും അറിയോ? ഒന്നുകൂടി. വേണ്ടപ്പോൾ വട്ടത്തിൽ വേണ്ടാത്തപ്പോൾ നീളത്തിൽ. അറിയോ? വേണ്ടപ്പോൾ വട്ടത്തിൽ വേണ്ടാത്തപ്പോൾ നീളത്തിൽ. പോരട്ടെ. അതല്ല മറ്റേ കയറല്ലേ? വേണ്ടപ്പോ നീളത്തില്ലല്ലേ? അല്ല വേണ്ടപ്പോ നീളത്തില്. വേണ്ടപ്പോൾ വട്ടത്തിൽ വേണ്ടാത്തപ്പോൾ നീളത്തിൽ. നമ്മള് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടത് വരുമ്പോ യൂസ് ചെയ്യും. പൈപ്പല്ലേ? മഴയത്ത് എന്താ ഉപയോഗിക്കണേ? കൊട. ഞാൻ നമ്മള് തുറക്കുമ്പോ വട്ടത്തിലല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇവർക്കൊരു പ്രോത്സാഹന സമ്മാനം കൊടുത്തേക്കാം. ഞാൻ ആൻസർ പറഞ്ഞെങ്കിൽ തന്നെ. നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് ഗോൾഡൻ ബേക്കറി ആണ്. കാസർഗോഡ് മേൽപ്പറമ്പുള്ളത്. അവിടെ അടിപൊളി ഫുഡ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബേക്കറി ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ പോവുക, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി അടിച്ച് പൊളിക്കാം. ഓക്കെ. അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റും ഉണ്ട്. വാങ്ങിക്കോ, എല്ലാവരോടും വാങ്ങിക്കോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഗൂഗിളിനെ പട്ടി അടിച്ചാൽ എന്ത് സംഭവിക്കും? ഗൂഗിളിനെ പട്ടി അടിച്ചാലേ? ഗൂഗിളിനെ പട്ടി കടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അറിയോ? കുസൃതി ചോദ്യമാണ്. ഗിഫ്റ്റ് ഉണ്ട്. ഗൂഗിളിനെ പട്ടി അടിച്ചാൽ കുഞ്ഞിനറിയോ? പാട്ട് പാടാനറിയോ? അറിയോ? പാട്ട് പാടുവോ? പേരെന്താ? പേര് രാജേഷ്. നിഖിൽ. മനീഷ്. എവിടുന്നായിരുന്നു? ചുള്ളിക്കര. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? ഗൂഗിൾ പേ ആവും. അപ്പോ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് BV's റൈസ് ആണ്. അപ്പോൾ കല്യാണം ഫംഗ്ഷൻ എന്ത് വന്നാലും BV's റൈസ് ചൂസ് ചെയ്യുക. അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ. അവരുടെ ഒരു അടിപൊളി ഗിഫ്റ്റാണ്. നമ്മൾ 3 പേരുള്ള ഒരേ മനസ്സല്ലേ? അല്ലേ? 4 പേരുള്ള ഒരേ മനസ്സായിട്ട് 4 പേർക്ക് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കാണ്. താങ്ക് യു. ഹലോ, പേരെന്താ? പേര് മിദ്ലാജ്. റഹ്മാൻ. അഫ്രീദ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയണം. ഈ ഒരു സാധനം നമ്മൾ പൊട്ടുന്നത് നോക്കിയാ വാങ്ങുന്നത്. എന്താണ് ആ സാധനം? ആ, പടക്കം അല്ലേ? വായോ. അപ്പൊ കാസർഗോഡിലെ മൊഞ്ചന്മാര് ഭയങ്കര മിടുക്കന്മാരാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അവരുടെ 6th ആനിവേഴ്സറിയോടനുബന്ധിച്ച് കുറേ ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഗിഫ്റ്റ് കൂടാണ്ട് ഒരു 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കൂടെ ഉണ്ട്. 1 പവൻ്റെ സ്വർണ്ണം എടുക്കുമ്പോൾ 500 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറക്കരുത്. ഓക്കെ. കല്യാണം അപ്പോൾ നമുക്ക് ഒരു കല്യാണം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഒരു കല്യാണം കിട്ടിയിരിക്കുകയാണ്. വാക്കല്ലേ? വാക്ക് കൈതൊന്ന് ഉറപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആളാണ് നമുക്കൊരു കല്യാണം തരുന്നത്. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും തരുന്നതായിരിക്കും. ഓക്കെ. ഗിഫ്റ്റ് എടുക്കാം.